വേണോ? പിന്നെ മതി. ടാറ്റാ. ടാറ്റയോ? ആർക്കാ ടാറ്റ? കടലാസോ? എടുക്ക് 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 എടുക്ക്. ഞാൻ സെന്ററിന്റെ ഉള്ളിൽ നോക്കില്ലല്ലോ, പുറത്തേക്കല്ലേ ഇട്ടേ. അതിന് അതെടുത്ത് അതെവിടെ കളയണ്ടെന്ന് അവിടെ കൊണ്ട് കളഞ്ഞേ. വലിയ യോഗ ട്രെയിനറാന്ന് വിചാരം. എന്നിട്ട് കയ്യിലിരിപ്പ് ഇങ്ങനെ. എക്സ്ക്യൂസ് മീ, എൻ്റെ യോഗനെ പറ്റി എന്താ പറയുന്നത്? ആൾക്കാർക്ക് എൻ്റെ യോഗനെ പറ്റി നല്ല അഭിപ്രായം. താങ്കളുടെ ഫോളോ ചെയ്യുന്ന സിസ്റ്റം അതുപോലെ ക്ലാസ്സൊക്കെ ഭയങ്കര കിടുമായിരിക്കും എന്ന് കരുതിയിട്ട് യോഗ ഫോളോവർ ചെയ്യേണ്ട കാര്യമാണോ അത്? അത് തമ്മിൽ എന്ത് ബന്ധം? ഓഹോ, അങ്ങനെയാണോ? ഒരു യഥാർത്ഥ യോഗ ഫോളോവർ ആസനം മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നതിന് കൂടെ ഏറ്റവും ബേസായി സ്ട്രിക്ട്ലി ഫോളോ ചെയ്യേണ്ട 2 കാര്യങ്ങളാണ് യമേ നിയമേ. അതായത് സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് സോഷ്യൽ ഡിസിപ്ലിൻ. ഓർമ്മയില്ലേ യമയിൽ പറയുന്നത്? സത്യം പറയുക, മോഷ്ടിക്കാതിരിക്കുക, ഉപദ്രവിക്കാതിരിക്കുക എന്നിങ്ങനെ കുറച്ച് പോയിന്റ്സ്. അതുപോലെ തന്നെ നിയമയിലുണ്ട്. അതിൻ്റെ ആദ്യത്തെ പോയിന്റ് എന്താ ഓർമ്മ ഉണ്ടോ? ശൗച. അതന്നെ, ക്ലെൻലിനെസ്, ശുചിത്വം. അതാണ് കൃത്യമായിട്ട് അങ്ങ് ബ്രേക്ക് ചെയ്ത് കളഞ്ഞത്. ഒരു യോഗ ഫോളോവർ ആവണം വെച്ചാൽ ആസനം മാത്രം ഫോളോ ചെയ്താൽ പോരാ, യമ നിയമൊക്കെ ഫോളോ ചെയ്യണം. ഓ, അങ്ങനെ ഉണ്ടല്ലേ? ആസനയും പ്രാണായാമം മാത്രം ചെയ്തൊരു യോഗ ഫോളോവർ ആവില്ല. ഇല്ല ഇല്ല ഇല്ല. അപ്പൊ ഞാനൊരു കംപ്ലീറ്റ് യോഗ ഫോളോവർ ആയിട്ടില്ല. ഇങ്ങനെ കാണിച്ചാൽ എന്തായാലും ആവില്ല. ഓ, ടാസ്ക്കാണ്. അതെത്ര ടാസ്ക്? സത്യം പറയുന്നതിലോ മോഷ്ടിക്കാതിരിക്കുന്നതിലോ അല്ലെങ്കിൽ കാര്യങ്ങൾ വൃത്തിയാക്കി വെക്കുന്നതിൽ എന്താ ബുദ്ധിമുട്ട്? അത് ചെയ്താൽ പോരെ. ബുദ്ധിമുട്ടൊന്നുമില്ല. മെന്റലി ഇച്ചിരി ഡൗൺ ആയി തോന്നുന്നുണ്ടോ? എന്നാ അങ്ങോട്ട് മാറിയിരുന്നുള്ളൂ. ഇവിടെ പൊടിയാ, അവിടെ ഇരിക്കാം. ഓഹോ, വൃത്തിയുള്ള സ്ഥലത്ത് ഇരിക്കുള്ളൂ, വൃത്തിയാക്കി വെക്കാൻ വയ്യ.